ഞാൻ രാവിലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമ്മാനം കിട്ടിയിട്ടുണ്ടോ? തരുന്ന സമ്മാനത്തിൻ്റെ വലിയ വലിപ്പമല്ല ഞാൻ ചോദിക്കുന്നത്. നമുക്ക് സമ്മാനം തരാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു സമ്മാനത്തെക്കുറിച്ചും അത് നൽകിയ ആളിനെക്കുറിച്ചുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അൻപരസനാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. തമിഴ്നാട്ടിലെ ഒരു ഉൾനാട്ടിൽ അൻപരസൻ ഒറ്റയ്ക്ക് അങ്ങനെ ജീവിക്കുക. വാടകയ്ക്കെടുത്ത ഒരു മുറിയിലാണ് അൻപരസൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. തൊട്ടടുത്ത മുറിയിലുള്ള 2 പേരെ മാത്രമേ അൻപരസന് ജീവിതത്തിൽ പരിചയമുള്ളൂ. അതിലൊരാൾ ഒരു തയ്യൽക്കാരനാണ്, മറ്റേ ആൾ ഒരു ചെരുപ്പ് ഉൽപ്പന്നക്കാരനും. ഇടയ്ക്ക് കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ലോകം ചോദിക്കും, അത്രയേ ഉള്ളൂ. ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു അല്ലേ, നാളെ കടമുടക്കമാണോ എന്നിങ്ങനെ സാധാരണ ഗതിയിൽ കവിഞ്ഞ് അവർ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. അത്രയും ഒരു ചെറിയ സൗഹൃദം മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുന്നതിനിടെ ഒരു ദിവസം അൻപരസൻ തൻ്റെ അയൽക്കാരനായ തയ്യൽക്കാരനെ കാണാൻ ചെന്നു. എന്നിട്ട് കൊണ്ടുവന്നൊരു പെട്ടി അയാളുടെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് അൻപരസൻ പറഞ്ഞു ഇതൊരു സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അടുത്ത ദിവസം മുറിക്കടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഒരു ചെറുപ്പക്കാരൻ വരും, ഈ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ചെറിയ പെട്ടി കയ്യിൽ കൊടുത്തിട്ട് അൻപരസൻ കടന്നുപോയി. അതുമായി തയ്യൽക്കാരൻ അടുത്ത ദിവസം ബസ് സ്റ്റോപ്പിൽ ചെന്നു. ചുവന്ന കുർത്ത ധരിച്ച ഒരാൾ വരുമെന്നാണ് അൻപരസൻ പറഞ്ഞിരിക്കുന്നത്. ആരും വരാൻ സാധ്യതയില്ല എന്നാണ് തയ്യൽക്കാരൻ കരുതിയത്. എന്നാൽ പറഞ്ഞ സമയത്ത് തന്നെ ഈ കുർത്ത ധരിച്ച ആൾ വന്നു. പറഞ്ഞേൽപ്പിച്ച പോലെ തയ്യൽക്കാരൻ തന്നെ ഏൽപ്പിച്ച പെട്ടി അയാൾക്ക് കൊടുത്തു. അയാൾ ആ പെട്ടി തുറന്നു നോക്കി. അതിലൊരു കുറിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തുറന്നു വായിച്ച ചെറുപ്പക്കാരൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അയാൾ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ആ കുറിപ്പിൽ എന്താണ് എഴുതിയെന്നറിയാതെ തയ്യൽക്കാരൻ തിരിച്ചു നടന്നു. നടക്കുമ്പോഴൊക്കെ അത് ആലോചിക്കുക, എന്തായിരിക്കും അയാളുടെ കണ്ണ് നനയാൻ കാരണം. അൻപരസനും അയാളുടെ സുഹൃത്തും ഇനി ഒരിക്കലും കാണില്ലായിരിക്കും. എന്നാൽ അവർക്ക് പരസ്പരം സമാധാനിക്കാൻ വേണ്ടി അവസാനമായി എഴുതിയ ആ കുറിപ്പ് അങ്ങനെ നിൽക്കുകയാണ്. ഒരു കുഞ്ഞു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് എന്തോ നമ്മളിനി കാണുന്നു, ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ്, ഒരുപക്ഷെ ഈ കുറിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാൻ ഉണ്ടാകില്ല, ഇങ്ങനെയുള്ള എന്തെങ്കിലും വാചകമായിരിക്കും. എന്തായാലും ഈ കുറിപ്പ് കിട്ടിയ ആളുടെ കണ്ണ് നിറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തയ്യൽക്കാരന് മനസ്സിലായില്ല എന്താണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ നൽകുന്ന സമ്മാനങ്ങൾ ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് കളയും. സമ്മാനം നൽകുക എന്നത് മറ്റൊരാളെ പരിഗണിക്കുക കൂടിയാണ്. വിലയല്ല, വലിപ്പമല്ല, ഒന്നുമല്ല. എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടായും തോന്നും. കാര്യം ആരൊക്കെ അയാളെ പരിഗണിക്കുന്നു എന്നൊരു ചിന്ത അയാളുടെ പിന്നാലെ ഉണ്ടാകും. ചെറുതെങ്കിലും ജീവിതത്തിൽ കൂടെയുള്ളവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു സമ്മാനം കൊടുക്കണം. അപ്പോൾ അതേസമയം ചില ആൾക്കാർ വളരെ ഫോർമലായിട്ട് ഒരു ഗിഫ്റ്റ് നൽകുക എന്ന് പറഞ്ഞിറങ്ങും. അപ്പോൾ അതിനകത്തൊരു ജീവിതത്തിൻ്റെ ചോരപ്പാടുണ്ടാവത്തില്ല. നമ്മൾ ചോരകനിയുന്ന ആത്മാർത്ഥതയിലാണെങ്കിൽ നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ ആ സമ്മാനത്തിൻ്റെ വിലയോ അതിലുൾപ്പെട്ടിരിക്കുന്ന സാധനമോ അല്ല വലുത്. സമ്മാനം ഒരു പരിഗണന കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.